പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ടോക്കിയോ ടൈലാണ്. കണ്ണൂർ പൊക്കുണ്ടുള്ള ഷെരീഫ്ക്കയുടെ ടോക്കിയോ ടൈൽ ഒരുപാട് പ്രാവശ്യം ഒരുപാട് വീഡിയോകൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഷെരീഫ്ക്കയുടെ ടോക്കിയോ ടൈലിൽ നമ്മൾ പലപ്പോഴായിട്ട് കോൺപാക്കിന്റെ ഗമ്മുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ടൈൽ അദസീവ്, അല്ലെങ്കിൽ നമ്മളെ പശ എന്ന് പറയുന്ന സംഭവങ്ങൾ, അപ്പോൾ ടൈൽ ഗ്രൗട്ട് എന്നും പറയലുണ്ട്. അപ്പോൾ ഇന്ന് കോൺപാക്ക് എന്ന കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഷെരീഫ്ക്കയുടെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കോൺപാക്ക് എന്താണ്, ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ കോൺപാക്കിന്റെ റീജിയണൽ മാനേജർ മനോജ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണ്? നമസ്കാരം. അപ്പോൾ നമുക്ക് കോൺപാക്കിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത്, എന്തൊക്കെ ഗമ്മുകൾ വരുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മുടെ വ്യൂവേഴ്സിനൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ നന്നാവും. ആദ്യമായിട്ട് കമ്പനിയെ കുറിച്ചൊന്ന് പറയാം. കോൺപാക്ക് ഒരു കേരള ബേസ്ഡ് കമ്പനിയാണ്. കേരള ബേസ് 13 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിലുണ്ട്. അതല്ലേ? ഓൺ ഫാക്ടറിയാണ് നമ്മുടെ കോയമ്പത്തൂരാണ് നമ്മുടെ ഫാക്ടറി വരുന്നത്. അവിനാശ് റോട്ടിലാണ് ഫാക്ടറി ഉള്ളത്. അതല്ലേ? ഇപ്പോൾ ഷെരീഫ് ടോക്കിയോ ആണെങ്കിലും ബാക്കിയുള്ള ഡീലേഴ്സ് ആണെങ്കിലും ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നാണ് ലോഡ് ഷോപ്പിലേക്ക് വരുന്നത്. ഞങ്ങൾക്ക് ഇടയിലുള്ള CNFO ഡിസ്ട്രിബ്യൂട്ടേഴ്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇതുമായ നിരക്കിൽ, അതെ, നല്ല പ്രൈസിംഗിൽ നല്ല സർവീസോട് കൂടി കസ്റ്റമേഴ്സിന് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. 13 വർഷമായിട്ട് ലീഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കമ്പനി. അപ്പൊ ഇതിൽ ഒരുപാട് ഐറ്റം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. C900, C800. ഇതിപ്പോ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണെന്ന് അറിയില്ല. അതായത് സംഭവം ഒരു ഷോപ്പിൽ പോയിട്ട് ഏതെങ്കിലും വാങ്ങിയത് കൊണ്ട് എല്ലാ ടൈലിനും ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. മാർബിൾ ഉണ്ടാവും, ടൈൽ ഉണ്ടാവും, അതിൽ തന്നെ പല വെറൈറ്റീസ്. അതിപ്പോ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ടൈലിൽ ഇപ്പോ ബാത്റൂം ടൈൽ വാളിന് നമ്മളിപ്പോ പണ്ട് 2x2 അല്ലെങ്കിൽ 1x1 ഒക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്നത് 4x2 ആണ്. 4x2 മലബാറിലെ 4x2 മുകളിൽ 6x4 വാളിൽ പോകുന്നുണ്ട്. അപ്പോൾ 4x2 ടൈൽ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 4x2 വാള്, 6x4 ഫ്ലോർ, ഇങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. കോൺപാക്കിന്റെ പ്രത്യേകത സ്റ്റാർട്ടിംഗ് റേഞ്ച് C2 ഗ്രേഡ് ആണ്. C2 ഗ്രേഡ്. ഇത് അദസീവിൽ വന്നിട്ട് C1, C2 ഇങ്ങനെ ഗ്രേഡ് ഉണ്ടാവും. നമ്മളത് C2 എന്ന് പറഞ്ഞാൽ വാളും ഫ്ലോറും ഒട്ടിക്കുക, ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒട്ടിക്കാൻ പറ്റും. വാളിന് ഫ്ലോറിന് ഒട്ടിക്കുക, ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒട്ടിക്കാൻ പറ്റുന്ന അദസീവിന് കൊടുക്കുന്ന ഗ്രേഡാണ് C2. നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് തന്നെ ഈ മെറ്റീരിയലാണ്. കോൺപാക് C500 ഗ്രേ. ഇതാണ് ഇത് നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് അദസീവിലെ. C500 ഗ്രേ പറയും അല്ലേ? അതെ. ഇത് 20 kg, 25, 10 kg, 40 kg 4 പാക്കിങ്ങിൽ അവൈലബിൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.3 വരെ വാളിൽ ഒട്ടിക്കാം, 5.3 സൈസ് വാളിൽ ഒട്ടിക്കാം, 6.4 നമുക്ക് ഫ്ലോറിൽ ഒട്ടിക്കാം, എക്സ്റ്റീരിയറിൽ നമുക്ക് വാളിലും ഫ്ലോറിൽ ഒട്ടിക്കാം. ടൈലോൺ ടൈലാണ്, വാട്ടർ പ്രൂഫിംഗ് അദസീവ് ആണ്. ടൈലിന്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടി പറ്റും. ടൈലിന്റെ മുകളിൽ ഒട്ടിക്കാം, ടൈലിന് പൊളിച്ച് മാറ്റാതെ തന്നെ അതിന്റെ മുകളിൽ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അതിനങ്ങനെ വാറന്റിയോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. എഗെയിൻസ്റ്റ് ഒരു നോംസ് ഉണ്ട്, നമ്മളെ ഒരു വർക്കിന്റെ നോംസ് പ്രകാരം ഉള്ള വാറന്റി, വർക്കിന്റെ ക്വാളിറ്റി പ്രകാരം ആ ഒരു കൃത്യമായ ലെവലിൽ പറയുന്ന ചില നോംസ് ഉണ്ട്. അത് പ്രകാരമുള്ള വാറന്റി നമ്മൾ എല്ലാ പ്രോഡക്റ്റും കൊടുക്കും അല്ലേ. പിന്നെ തൊട്ട് മേലുള്ള ഗ്രേഡാണ് മെറ്റീരിയലാണ് C500 HS ഗ്രേ എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത 6.4, ഞാൻ നേരത്തെ പറഞ്ഞ വലിയ സ്ലാബ് 6.4 നമുക്ക് വാളിലൊട്ടിക്കാം. ഫ്ലോറിൽ 8.4 സ്ലാബ്, വലിയ സ്ലാബ് ഫ്ലോറിൽ ഒട്ടിക്കാം. എക്സ്റ്റീരിയറിലെ വെയിൽ കൊള്ളുമ്പോൾ ക്ലാഡിംഗ് സ്റ്റോൺ നേരത്തെ ചോദിച്ചല്ലോ, ക്ലാഡിംഗ് സ്റ്റോൺ ഒക്കെ നമുക്ക് ഇതിൽ ഒട്ടിക്കാൻ പറ്റും. 25 kg ബാഗാണ് വരുന്നത്. ഇതും C2 ഗ്രേഡ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫൈബർ കണ്ടന്റ് ആഡ് ആയ മെറ്റീരിയൽ ആണ്. ഫൈബർ കണ്ടന്റ് അതിനകത്തുണ്ട്. ഫൈബർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഏത് ടൈപ്പ് ടൈല് നമുക്ക് വാളിൽ ഒട്ടിക്കാൻ നല്ല ബോണ്ടിങ് സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയൽ ആണ് കോൺപാക്കിന്റെ HS ഫൈബർ. HS500. അതെ. പിന്നെ അതിന്റെ മേലുള്ള മെറ്റീരിയൽ ആണ് C800 ഗ്രേ ആൻഡ് വൈറ്റ്. ഇതും ഈ പറഞ്ഞ രീതിയിൽ C2 ഗ്രേഡ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത സ്റ്റോൺ അദസീവ് എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റോൺ എനി ടൈപ്പ് സ്റ്റോൺ എക്സ്റ്റീരിയർ നമുക്ക് ഒട്ടിക്കാം. അതേപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അൾട്രാ വൈറ്റ് കളറിലാണ് വരുന്നത്. സാധാരണ അദസീവിലെ വരുന്ന വൈറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് വൈറ്റ് ആയിരിക്കും. ഇത് അൾട്രാ വൈറ്റിലാണ് വരുന്നത്. തൂവെള്ള നിറത്തിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. പ്രീമിയം ഗ്രേഡ് അദസീവ് ആണിത്. അത് ഇറ്റാലിയൻ മാർബിൾ, നാനോ വൈറ്റ്, സ്വിമ്മിംഗ് പൂള്, അതേപോലെ തന്നെ നമുക്ക് വൈറ്റ് കളർ മാർബിളൊക്കെ ലേ ചെയ്യുന്ന സമയത്ത് സാധാരണ ഗ്രേ അദസീവ് ആണെന്നുണ്ടെങ്കിൽ വെള്ളം അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റ് മാർബിളിന്റെ കളർ ഡിം ആവും. അപ്പൊ വൈറ്റ് ബേസ്ഡ് അദസീവ് കൊടുക്കണം ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ വൈറ്റ് ബേസ്ഡ് അദസീവ് കൊടുക്കുന്നത് അത് അൾട്രാ വൈറ്റ് കളർ ആകുമ്പോൾ എന്താണോ ആ നാച്ചുറൽ സ്റ്റോണിന്റെ കളർ അത് വർഷങ്ങളോളം നിലനിൽക്കും. കളർ ഫേഡ് ആവില്ല, കളർ മാറ്റം വരുന്ന ഒരു പ്രശ്നം. അതെ. ഇറ്റാലിയൻ മാർബിൾ എന്ന് പറഞ്ഞാൽ വില കൂടിയ മെറ്റീരിയൽ ആണ്. അപ്പൊ അതിനൊക്കെ അത്രയും നല്ല രീതിയിലുള്ള അദസീവ് തന്നെ ഉപയോഗിക്കണം. ഇത് പ്രീമിയം ടൈപ്പ് മെറ്റീരിയൽ ആണിത്. അതിന്റെ ഗ്രേ കളറാണിത്. അതിന്റെ വൈറ്റ് അൾട്രാ വൈറ്റ് ആണ് ഈ മെറ്റീരിയൽ. പ്രൈസിംഗിലും മാറ്റം ഉണ്ടാവും, പ്രൈസിംഗിലും വ്യത്യാസം ഉണ്ടാവും. അതെ. പ്രൈസിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഷെരീഫ് ഖാനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഏതായാലും താഴെ കൊടുക്കലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ കാണാം. പിന്നെ ഏതൊക്കെ പ്രൊഡക്റ്റ് മെയിൻ ആയിട്ട് വരുന്നത്? നമ്മളിപ്പോ ടൈലുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് മാത്രം പറഞ്ഞാൽ മതി. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയാം. തീർച്ചയായിട്ടും നമുക്ക് ടൈലുമായി ബന്ധപ്പെട്ട വേറെ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? പിന്നെ ഒരു മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. നമ്മൾ പാർട്ടീഷന് വേണ്ടി ഉപയോഗിക്കുന്നത് വി ബോർഡ്. പ്ലൈവുഡ് കൊണ്ട് പാർട്ടീഷൻ ഉപയോഗിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ പോകുന്ന വി ബോർഡ്, മൾട്ടി വുഡ്, സിമെന്റ് ബോർഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് ടൈൽ ഒട്ടിക്കാൻ സാധാരണഗതിയിലെ
പണിക്കാരും ഷോപ്പുകാരും കൊടുക്കുന്നത് സാധാരണ ഈ പറഞ്ഞ അഡ്ഹസീവ് ആയിരിക്കും. പക്ഷെ അത് പാടില്ല. കാരണം ഈ വി ബോർഡിലെ വെള്ളം വലിച്ചെടുക്കും. അപ്പൊ ടൈല് ഡീബോണ്ടിങ് ആയുള്ള ചാൻസ് കൂടുതലാണ്. പെട്ടെന്ന് സെറ്റ് ആയി പോയുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഇതിന്റെ എന്താ വെച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അതാണ് കോൺപാക്കിലെ ഡ്രൈവാൾ ടൈൽ അഡ്ഹസീവ് എന്ന് പറയും. ഇതാണ് മെറ്റീരിയൽ. ശരിക്കും ഡ്രൈവാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജിപ്സം ബോർഡിൽ ഉൾപ്പെടെ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് PU ബേസ്ഡ് ആണ്. സിംഗിൾ പാക്ക് മെറ്റീരിയൽ ആണ്. 10 കിലോ ബക്കറ്റിനകത്ത് ഒരു ക്രീം ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും. നേരെ യൂസ് ചെയ്യാൻ പറ്റും. നേരെ യൂസ് ചെയ്യേണ്ട ആവശ്യം ഒന്നും മിക്സ് ചെയ്യേണ്ട. എടുക്കുക, അപ്ലൈ ചെയ്യുക. 3 mm തിക്നെസ് മതി. അത്രേ ആവശ്യമുള്ളൂ. നമുക്ക് എക്സ്റ്റീരിയറിലെ പിന്നെ വാളിൽ വേണമെങ്കിൽ ഏത് സൈസ് വേണമെങ്കിലും വി ബോർഡിൽ ഒട്ടിക്കാം. അതുപോലെ തന്നെ ഇന്റീരിയറിലെ വാളും ഫ്ലോറും നമുക്ക് ഏത് സൈസ് വേണമെങ്കിൽ സ്റ്റോൺ വേണമെങ്കിൽ ഇതിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വൈബ്രേഷൻ വരുന്ന ലിഫ്റ്റ്, സ്റ്റെയർ കേസ് ഏരിയകളിലൊക്കെ ടൈൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ഡ്രൈവാൾ ടൈൽ അഡ്ഹസീവ്. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് എപ്പോക്സി 2 ടൈപ്പ് ഉണ്ട്. 3 പാർട്ട് എപ്പോക്സി ഉണ്ട്, 2 പാർട്ട് എപ്പോക്സി ഉണ്ട്. രണ്ടും ഈസി ക്ലീൻ എപ്പോക്സി ആണ്. ഈസി ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എപ്പോക്സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ള കറ പിടിച്ചത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ കറ അവിടെ പിടിക്കും. പിന്നെ ഒരു യുദ്ധം ചെയ്യണം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസി ക്ലീൻ എപ്പോക്സി ആകുമ്പോൾ നമുക്ക് ഒരു 35-40 മിനിറ്റ് ഒരു സമയം കിട്ടും. ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ വെയിലത്ത് എക്സ്റ്റീരിയറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പറഞ്ഞ കളർ ഫേഡ് ആവില്ല, പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ അതിൽ തന്നെ വേറൊരു മെറ്റീരിയലാണ് ഗ്ലാസ് ബോണ്ട് എപ്പോക്സി എന്ന് പറയുന്നത്. എപ്പോക്സിയിലെ ഗ്ലോസി ഫിനിഷ് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ്. ഗ്ലാസ് പേര് പോലെ തന്നെ ഗ്ലാസ് കട്ട് ചെയ്ത് മുറിച്ചിട്ടതുപോലെ ഫിനിഷിംഗ് ഉണ്ടായിരിക്കും. നമ്മൾ പണ്ട് മൊസൈക്കിൽ ഇട്ടിട്ട് ഇടയ്ക്ക് ഗ്ലാസ് വെച്ചിട്ട് ആ ഒരു ഫിനിഷിംഗ് നമുക്ക് മാറ്റ് ആണെങ്കിലും ഗ്ലോസി ടൈൽ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഗ്ലാസ് നേരിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അത് ചെയ്യാൻ പറ്റും. അതിന്റെ വാളിൽ കൊടുക്കുന്ന മെറ്റീരിയൽ ആണ് ജെൽ എപ്പോക്സി. കാരണം ഈ ഗ്ലാസ് ബോണ്ട് എപ്പോക്സി എന്ന് പറഞ്ഞാൽ ജെൽ ടൈപ്പ് ആയിരിക്കും. അപ്പൊ അത് പിന്നെ വാളിൽ ചെയ്യുന്ന സമയത്ത് ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ വാളിൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കൂടുതലാണ് ജെൽ എപ്പോക്സി. ആ മെറ്റീരിയൽ നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിംഗില് 2 ഐറ്റം ഉണ്ട്. 2 പാർട്ട് വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്, സിംഗിൾ പാർട്ട് വാട്ടർ പ്രൂഫിംഗ് ഉണ്ട്. ടൈലിന് മുമ്പേ നമ്മൾ വാളില് ഉപയോഗിക്കുന്ന വാട്ടർ പ്രൂഫിംഗിന് വേണ്ട മെറ്റീരിയൽ. ഇത് 3 കിലോ, 6 കിലോ, 15 കിലോ പാക്കിങ്ങിൽ അവൈലബിൾ ആണ്. അങ്ങനെ സ്ക്വയർ ഫീറ്റ് ഏരിയ അങ്ങനെ നമുക്ക് 1 കിലോ കൊണ്ട് 10 സ്ക്വയർ ഫീറ്റ് 2 കോട്ട് അടിക്കാനുള്ള മെറ്റീരിയൽ കിട്ടും. 1 കിലോ. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 6 കിലോ ബക്കറ്റ് കൊണ്ട് 60 സ്ക്വയർ ഫീറ്റ് 2 കോട്ട് അടിക്കണം. 2 കോട്ട് അടിക്കണം. വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ ബാത്റൂം അത്ര ഏരിയ വരില്ല. നമ്മൾ 4 ഫീറ്റ് താഴെയല്ലേ വാട്ടർ പ്രൂഫിംഗ് ചെയ്യാൻ. ഇപ്പൊ മലബാർ സൈഡിലെ ബാത്റൂം എല്ലാം പറഞ്ഞാൽ വലിയൊരു ബെഡ്റൂമിന്റെ വലുപ്പത്തിലാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന ഏരിയ പറഞ്ഞു 4 ഫീറ്റിലെ ഹൈറ്റ് അത്ര ഉണ്ടാവുള്ളൂ. അത്ര ഹൈറ്റ്. അപ്പോൾ അതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഓപ്പൺ ടെറസിന്റെ മുകളിൽ ക്ലീനിങ് ചെയ്തതിന് ശേഷം ചൂട് താഴത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വാട്ടർ പ്രൂഫിങ്ങിന്റെ ഒരു സംഭവം. അതുപോലെ തന്നെ മുകളിൽ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മോയ ഷീൽഡ് യൂഫ്ലെക്സ് എന്നുള്ള പേരുള്ള മെറ്റീരിയൽ ഉണ്ട് വാട്ടർ പ്രൂഫിങ്ങിന്റെ. അത് വാട്ടർ പ്രൂഫിങ്ങും കൂടെയാണ്. പിന്നെ ചൂടിന്റെ ആഗ്രഹം കുറച്ച് കുറയും. ഇത് നല്ല വൃത്തിയായി ഓപ്പൺ ടെറസിന്റെ മുകളിൽ വൃത്തിയായി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. 3 കോട്ട് അടിക്കണം. ആ മെറ്റീരിയൽ നമ്മുടെ അടുത്തുണ്ട്. അതേപോലെ പിന്നെ സ്പോട്ട് എപ്പോക്സി എന്ന് പറഞ്ഞാൽ സാധാരണ ഗതിയിൽ നമ്മുടെ കിച്ചൺ സ്ലാബിലെ ഡബ്ലിംഗ് ചെയ്യാന്ന് പറയും. ഗ്രാനൈറ്റ് ഡബ്ലിംഗ്, നാനോവൈറ്റ് ഡബ്ലിംഗ്. അതേപോലെ നമ്മുടെ സ്റ്റെയർ കേസിൽ 45 ഡിഗ്രി ചെരിച്ച് കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ടി വരും. ഇങ്ങനെ സംഭവങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി പ്രീമിയം മെറ്റീരിയൽ ആണ് സ്പോട്ട് എപ്പോക്സി. അതായത് ജോയിന്റ് വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന 2 മിക്സ് ചെയ്തിട്ടുള്ള ഗമ്മിന് ഇത് ഉപയോഗിക്കാം. എപ്പോക്സി ഗമ്മ് വേണ്ട, അതിന് പകരം ഉപയോഗിക്കാം. ഇത് 2 പാർട്ടുണ്ട്. 2 ഡപ്പയിലെ പാർട്ടി എ പാർട്ടി ബി രണ്ടും ഒരേപോലെ എടുക്കുക, മിക്സ് ചെയ്യുക. അതുപോലെ കോൺപാക്കിലെ ഏറ്റവും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ എപ്പോക്സി ഗ്രൗട്ട് റിമൂവർ. അതായത് ഒരു എപ്പോക്സി ഇട്ടൊരു വീട് അതിന് കളർ ചേഞ്ച് ചെയ്യണം. അപ്പൊ ആ എപ്പോക്സി ഈ 2 ടൈലിന്റെ ഇടയിലായിട്ടുള്ള എപ്പോക്സി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ സാധാരണ ഗതിയിൽ എപ്പോക്സി റിമൂവർ കൊണ്ട് ടൈലിന്റെ മേലായിട്ടുള്ള കറ ക്ലീൻ ചെയ്യാനേ പറ്റുള്ളൂ. ഇതുകൊണ്ട് 2 ടൈലിന്റെ ഇടയിലുള്ള എപ്പോക്സി കൂടെ കളയാൻ പറ്റും. എപ്പോക്സി അങ്ങനെ എടുത്ത് മാറ്റാം. സാധാരണ എപ്പോക്സി ഇടുന്ന സമയത്തേക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്യൂല. ഒരു വൈറ്റ് സിമെന്റ് വന്ന് ഫില്ല് ചെയ്തതിനു ശേഷം മുകളിൽ ഒരു 3 mm അത് കംപ്ലീറ്റ് ഇതുകൊണ്ട് റിമൂവ് എടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവറോ ഒരു പിന്നെ ആണിയോ ഉപയോഗിച്ച് ഒന്ന് തോണ്ടി കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സിമെന്റ് കറ ആയിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിമെന്റ് കറ കളയാൻ പറ്റും. കറ മാത്രമായിട്ടും കളഞ്ഞെടുക്കാം. സിമെന്റിന്റെ കറ കളയാൻ പറ്റും. അതുപോലെ തന്നെ പെയിന്റ് ആയിട്ടുണ്ടെങ്കിൽ പെയിന്റ് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ നോൺ അസിഡിക് മെറ്റീരിയൽ ആണ്. ഇത് ഉപയോഗിക്കുന്ന പണിക്കാർക്ക് അലർജിയോ അത് കണ്ണരിച്ചിലോ കൈകൾക്ക് വ്രണങ്ങൾ ഉണ്ടാവുകയോ ഫ്യൂംസ് വരിക അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. വാട്ടർ ടൈപ്പ് ഒക്കെ ഒരു കളർ മാറിയിട്ട് വരുന്നത് അതുണ്ടാവില്ല. മെയിനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ടൈലിന്റെ കളർ ചേഞ്ച് ആവില്ല. സിമെന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിങ്കില് യൂസ് ചെയ്യുന്ന സമയത്ത് സിങ്കിന്റെ കളർ ചേഞ്ച് ആവില്ല. ഏറ്റവും ടോപ്പായിട്ട് പോകുന്ന മെറ്റീരിയൽ ആണ്. 500 ml ആണ് ഈ ബോട്ടിൽ വരുന്നത്. എല്ലാവർക്കും ഏത് പണിക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ നമ്മൾ കുഴൽക്കിണറിന്റെ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ വാട്ടർ CP ടാപ്പ് അല്ലെങ്കിൽ നമ്മൾ ഷവറൊക്കെ കളർ ചേഞ്ച് ആവുമല്ലോ നേരത്തെ പറഞ്ഞതുപോലെ. അത് ക്ലീൻ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ടാപ്പ് ക്ലീനർ. ജസ്റ്റ് സ്പ്രേ അടിച്ചു കൊടുക്കുക,
ഒന്ന് റബ്ബ് ചെയ്യുക, ക്ലീൻ ആയി. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഈ കോൺപാക്ക് മറ്റുള്ള കമ്പനിയിൽ നിന്നും നമുക്ക് എങ്ങനെ കസ്റ്റമേഴ്സിന് ഒരു വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു പ്രൊഡക്റ്റിന് ഒരു മൂല്യം, അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയണ്ട, അവർ വാങ്ങിയത് കൊണ്ടുള്ള അവർക്കുള്ള ഗുണം എന്തായിരിക്കും? ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഞാൻ കോൺപാക്ട് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. മീൻസ് ഞങ്ങൾക്കൊരു CNFO ഡിസ്ട്രിബ്യൂട്ടറും ഇല്ല. ഇപ്പോൾ ടോക്കിയോ ഷെരീഫ് ഖാനെ നമ്മൾ ലോഡ് വരുന്നത് ഡയറക്റ്റ് ഫാക്ടറിയിൽ നേരെ ലോഡാണ് വരുന്നത്. അപ്പോൾ CNFന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഒരു മാർജിൻ അതിൽ പോവുകയാണ്, അത് കസ്റ്റമർക്ക് നേരിട്ട് റേറ്റിൽ കിട്ടും. രണ്ടാമത്തെ കാര്യം 3 മൂല്യങ്ങളാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്. ഒന്ന് ഞങ്ങളുടെ ക്വാളിറ്റി. 13 വർഷമായിട്ട് ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയലാണ് കമ്പനി ഇന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ കോൺപാക്ട് ഉപയോഗിച്ചാൽ അവർ വീണ്ടും ചോദിച്ചു വാങ്ങും. 2 ഞങ്ങളുടെ സർവീസ് 24 hours ഓറിയന്റഡ് ആയിട്ടുള്ള സർവീസ് നെറ്റ്വർക്ക് ഞങ്ങൾക്കുണ്ട്. ഏത് സൈറ്റിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അപ്പോൾ ഓടി ഞങ്ങളുടെ ടീം അവിടെ എത്തുന്നതായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ പ്രൈസ് കസ്റ്റമർക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിലും 40 മുതൽ 45% വരെ കുറവ് റേറ്റിൽ നമ്മൾ എല്ലാവരുടെയും കിട്ടും. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഇതൊക്കെയാണ് കോൺപാക്ട് മുറുകെ പിടിക്കുന്ന മൂല്യം. അതാണ് നമ്മുടെ കമ്പനിയുടെ ഇതുവരെയുള്ള വിജയവും. അതല്ലേ. അപ്പോൾ ഏതായാലും നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. താങ്ക് യു. അപ്പോൾ ഏതായാലും ഷെരീഫ് ഖാനും കൂടി നമ്മളെ വീഡിയോയിലേക്ക് ക്ഷണിക്കാം. ഷെരീഫ് ഖാൻ കുറച്ച് കാര്യങ്ങൾ ഏതായാലും 1 വർഷത്തിലധികമായി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ട്. ഷെരീഫ് ഖാനും കൂടി വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ ഷെരീഫ് ഖാൻ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. ഷെരീഫ് ഖാനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കുറേ വീഡിയോയിലായിട്ട് നമ്മൾ കാണുന്നത്. നമ്മളെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഷെരീഫ് ഖാൻ ഏകദേശം ടൈലും കോൺപാക്കൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺപാക്കിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയുക? ഞാനൊരു 8 വർഷത്തിൽ മേലെ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഒരു കംപ്ലൈന്റ് ഒരു കുഴപ്പമൊന്നുമില്ല. അത്ര 100% ധൈര്യത്തിൽ വെക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് കമ്പനി വെക്കുന്നുണ്ട്, പക്ഷെ ഇത് പിടിച്ചു നിന്ന പോലെ ഞാൻ വേറൊരു കമ്പനിയിൽ എനിക്കൊരു ധൈര്യം കിട്ടലില്ല. 90% ഞാൻ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. കോൺപാക്ക് തന്നെ സെയിൽ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ കഴിഞ്ഞാലെല്ലാം പറഞ്ഞ ഈ ഗോൾഡൻ ഇതൊക്കെ ഉള്ള ഇതിപ്പം വീണ്ടും ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടല്ലോ, എന്തായാലും കാരണം? ഇത് പിന്നെ ഇബ്രാഹിം ഇപ്പം നമ്മളിപ്പോൾ 1 വർഷമായില്ലേ ഇവിടെ നമ്മൾ ഈ ഓഫറും കാര്യങ്ങളെല്ലാം ആയിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ മുകളിൽ ഒരുപാട് നമ്മളിപ്പോൾ ഇത്രയും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് വളർച്ച മാത്രമല്ല സ്ഥലപരിമിതി. അപ്പോൾ അവിടെ ഇങ്ങനെ സാധനങ്ങൾ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഫ്ലോറിൽ കോൺക്രീറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ കഴിഞ്ഞതിൽ കണ്ടതിന് അപ്പുറത്ത് കുറച്ച് ഒരു സൈഡ് പിന്നെ റൂഫിംഗ് ഷീറ്റ് ഇട്ട് വീണ്ടും അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഭാഗത്ത് റൂഫിംഗ് ഷീറ്റ് ഇടാൻ ബാക്കിയുണ്ട്. അപ്പൊ അവിടെ എനിക്ക് എത്രയും പെട്ടെന്ന് അത് ഇടേണ്ട ഒരു ആവശ്യം കൊണ്ട് അപ്പൊ കുറേ സാധനങ്ങൾ എൻ്റെ അടുത്ത് ഒരു 800, 1000, 1500 സ്ക്വയർ ഫീറ്റിന്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലാം പ്രീമിയം ക്വാളിറ്റി തന്നെ, ലൈഫ് ടൈം വാറണ്ടി ഉള്ള സാധനം തന്നെ. പക്ഷെ ഞാൻ കുറച്ച് റേറ്റ് കുറച്ചിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഇതൊന്ന് കാലിയാക്കേണ്ട ആവശ്യമുണ്ട്. അവിടെ സ്ഥലം ഒഴിവാക്കാൻ വേണ്ടി. അങ്ങനെ അത് ഈ ഏരിയയിൽ കാണുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ ഞാൻ ഒരു സ്പെഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഓഫറല്ല, നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞതാണ്. ഓണത്തിന് ഓഫറില്ല, വിഷുവിന് ഓഫറില്ല എന്ന് വെച്ചാൽ ഓഫറല്ല. ഞാൻ എൻ്റെ കോസ്റ്റ് ഇന്ന് കുറച്ച് മുതൽ പോലെ നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 34 ഉറുപ്പ്യ 90 പൈസ. 90-ന് 4.2 പ്രീമിയം ക്വാളിറ്റി, 4.2 പ്രീമിയം ക്വാളിറ്റി ലൈഫ് ലോങ് വാറണ്ടി ഉള്ള മെറ്റീരിയൽ. ഇത് തീരുന്നത് വരെ മാത്രമാണ്. സ്റ്റോക്ക് ഉള്ളത് 500, 1000 സ്ക്വയർ ഫീറ്റ്, 1500 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടാവും. അത് തീരുന്നത് വരെ ഈ റേറ്റിന്. സാധാരണ നോർമലി 38-50 സാധനം വേറെ വെച്ചിട്ടുണ്ട്, അത് നോർമലി ഉണ്ട്. ഇത് ഒരു സ്പെഷ്യൽ എനിക്ക് പ്രത്യേകം സ്ഥലമില്ലാത്തതിന്റെ പേരിൽ കാലിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. 34-50 പറഞ്ഞ് ശീലിച്ചു. 34-90 ഈ കാണുന്ന ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാൻ. അത് കാരണം ഇതാണ്, അല്ലാണ്ട് വേറെ ക്വാളിറ്റി കുറച്ചിട്ടോ സെക്കൻഡ് ക്വാളിറ്റിയോ സ്റ്റാൻഡേർഡോ ഒന്നുമല്ല, എല്ലാം പ്രീമിയം. സ്റ്റാൻഡേർഡ് പറയാനില്ല, കഴിഞ്ഞ നമ്മൾ പ്രീമിയത്തിൽ കാണിച്ച സാധനങ്ങൾ ക്വാണ്ടിറ്റി ഒന്ന് കുറയുന്നേ ഉള്ളൂ. അത് നിങ്ങൾ വരുന്ന സമയത്തേക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞിട്ട് മതി, ഒരാൾക്ക് 400 മതി, അങ്ങനെ കൊടുക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡിസൈനൊക്കെ എടുക്കുന്ന സമയത്തേക്ക് വേണ്ടത് കൃത്യമായിട്ട് ആദ്യമേ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പിന്നീട് വന്നാൽ ചിലപ്പോൾ അത് ഉണ്ടായിരുന്നു വരില്ല. അതുമല്ല ആ റേറ്റ് എപ്പോഴും ഇല്ല, മാക്സിമം ഒരു 1-2 ആഴ്ച വരെ ഉണ്ടാവുള്ളൂ ഈ റേറ്റ് ഉണ്ടാവും. ഇത് ഈ ഏരിയയിൽ കാണുന്നതാ. ഇവ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-50 മേലെ ഡിസൈൻ ഉണ്ട്. 50-75 ഡിസൈൻ ഉണ്ടാവും. ഈ 75 ഡിസൈൻ തീരുന്നത് വരെ കിട്ടും. അപ്പൊ ഷെരീഫ് നമ്മൾ ഈ പറഞ്ഞ അതേ റേറ്റ് തന്നെയാണ് ഇത് നമ്മൾ സാധാരണ ഉള്ള 38, 50, 43 ആ റേഞ്ചിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വലിയ സൈസ് ഉള്ളത് 1600, 800, 800 5-3 എന്ന് പറയുന്ന സാധനം 5-3. ഇത് എത്ര? ഇത് 46 രൂപ. 48 കൊടുത്തിരുന്നത് അതിപ്പോ 46 അതുപോലെ 6-4 59 രൂപ, 59 രൂപ. അത് പഴയ റേറ്റിന് ഡിസൈൻ ഒരുപാട് വന്നിട്ടുണ്ട്, ഡിസൈൻ കൂടുതൽ വന്നിട്ടുണ്ട്. വീഡിയോ ഇങ്ങനെ ഓടിച്ച് പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രൈസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല.
ഡിസൈൻ മാത്രമേ മാറിയിട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി. ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് കൊടുക്കുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കമ്പനിക്കാരോട് ഇപ്പൊ എല്ലാം ചോദിച്ചല്ലോ, നമുക്ക് ഇതിന് അത്ര ഐഡിയ ഇല്ല പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവരോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഡയറക്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ട് സംസാരിപ്പിച്ചത്. അപ്പൊ ഏതായാലും നന്ദി ഷെരീഫ് ഖാൻ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഏതായാലും നന്ദി. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോയിൽ കാണിക്കാനുള്ള. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്ന പുതിയ വിഷയമായി ഉണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.